എൻ്റെ വീട്ടിൽ ഏതാണ്ട് 1 വർഷത്തോളമായി ഞാൻ കൃഷി ചെയ്യുന്ന പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത്. വേറെ അത്യാവശ്യം മുരിങ്ങയ്ക്ക ഇതുപോലുള്ള സാധനം വാങ്ങുന്നതല്ലാതെ വേറൊരു സാധനം വാങ്ങിക്കാറില്ല. അത് മനുഷ്യൻ വിചാരിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ സാധിക്കും. അസാധ്യമേ ഒന്നും. എനിക്ക് ആകെ 5 സെൻറ്റേ ഉള്ളൂ. അതിനകത്തൊരു കൊച്ചു വീടുണ്ട്. അതിൻ്റെ മേളിലാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് മാത്രം വിളപ്പിൽശാലയിലേക്ക് എത്ര ട്രക്ക് ലോഡാണ് മാലിന്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് അതൊന്നും ഇല്ലേ? നഗരസഭ എടുപ്പ് നിർത്തിയേ, ട്രക്ക് ലോഡൊന്നും പോകുന്നില്ല. ഈ മാലിന്യങ്ങൾ ഇവിടെ പോകുന്നു. ഈ മാലിന്യങ്ങൾ സ്വന്തം വീട്ടുവളപ്പിൽ ബയോഗ്യാസ് പ്ലാന്റിൽ നിക്ഷേപിച്ച് അല്ലെങ്കിൽ മണ്ണിനെ കമ്പോസ്റ്റാക്കി മാറ്റി സ്വന്തം വീട്ടിനകത്ത് പാചകവാതകവും ഫ്രീ ആയിട്ട് വളവും ഉണ്ടാക്കി കൃഷി ചെയ്യുന്ന നല്ലൊരു സമൂഹം ഇന്ന് തിരുവനന്തപുരം നഗരത്തിലുണ്ട്. കഴിഞ്ഞ 15 വർഷമായി 9 സെൻറ്റ് സ്ഥലത്തിൽ 300ഓളം ബാഗിൽ ഇല്ലാത്ത ഒരുവിധം പച്ചക്കറികൾ ഒന്നും എല്ലാവിധ പച്ചക്കറികളും കൃഷി ചെയ്യുന്നൊരു ആളാണ് ഞാൻ. ഞങ്ങൾക്കുള്ള ഉരുളക്കിഴങ്ങ്, ഉള്ളി അതുപോലുള്ള സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ സ്വന്തമായി കൃഷി ചെയ്യുന്ന ആളാണ്. നമസ്കാരം. എൻ്റെ ഹസ്ബൻഡാണ് ഇപ്പോൾ പറഞ്ഞത്. ഞാൻ വെജി ഭക്ഷണം വാങ്ങിക്കാറില്ല എന്ന് വെച്ചാൽ എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ എല്ലാ വെജിറ്റബിളും എൻ്റെ വീട്ടിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു. 1-2 സംശയങ്ങൾ. അതായത് യൂണിവേഴ്സിറ്റി കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത സ്യൂഡോമോണാസിൻ്റെയും ട്രൈക്കോഡർമയുടെയും ഒക്കെ കൾച്ചറുകൾ വർഷം തോറും അത് റിവൈവ് ചെയ്യുന്ന ഒരു പ്രക്രിയ അവിടെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിനെ നാച്ചുറൽ സിസ്റ്റത്തിലോട്ട് കൊടുത്ത് വീണ്ടും അതിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്താണ് അതിൻ്റെ വിറലൻസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യൂണിവേഴ്സിറ്റി അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് വീണ്ടും നമ്മൾ മദർ കൾച്ചറായിട്ട് കൊടുക്കുന്നത്. ഈ വാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ട് 2 ആഴ്ച കഴിഞ്ഞു. കാർഷിക സർവകലാശാലയ്ക്ക് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ വിഷം കണ്ടെത്താൻ പച്ചക്കറികൾ ടെസ്റ്റ് ചെയ്യുന്ന പോലെ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെ കുറിച്ച് അവർക്ക് വ്യക്തമായിട്ട് എന്തുകൊണ്ട് ടെസ്റ്റ് വിജയവാഷ് പോലെയുള്ള കുറച്ചെങ്കിലും പോകുന്നെങ്കിൽ പോട്ടെ, പക്ഷേ അത് വിഷപ്പച്ചക്കറിയുടെ വിപണനത്തെ സഹായിക്കുകയല്ലേ ചെയ്യുള്ളൂ. അദ്ദേഹം പറഞ്ഞ പോലുള്ള ജൈവ കൃഷി രീതിയെ വിഷം കഴിക്കാം. സാധാരണക്കാരനായ ഒരു മലയാളി 100 രൂപ കൊടുത്ത് വെജിവാഷ് വാങ്ങിക്കഴിഞ്ഞാൽ വീട്ടിൽ വരുന്ന പച്ചക്കറിയുടെ വിഷം പോകുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ കുറെ നാൾ മഞ്ഞളിനകത്തിട്ട് വെച്ചിട്ട് കൊടുക്കും. മുന്തിരിങ്ങ വാങ്ങാറേ ഇല്ല. ബാക്കി എല്ലാം ഈ ഭയം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ നമ്മളിപ്പോൾ സർക്കാർ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പിന്നെ ഹോർട്ടികോർപ്പ് പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ ഇതിന് ഈ ഉൽപ്പന്നങ്ങളെടുത്ത് അതൊരു പ്രത്യേക വിഭാഗമായിട്ട് വെച്ച് വിൽക്കാനുള്ള സംവിധാനങ്ങൾ ഇല്ല. 4 അണയ്ക്ക് 1 കിലോയ്ക്ക് മേലെ കിട്ടിയിരുന്ന മത്തിക്ക് 150 രൂപ ഇപ്പോൾ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷേ ഈ ഉൽപ്പന്നത്തിന്, ജൈവ ഉൽപ്പന്നത്തിന് അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കി കൂടുതൽ വില കൊടുക്കാൻ ഉപഭോക്താവും കൂടെ തയ്യാറായെങ്കിൽ മാത്രമേ ഇത് ശരിയായിട്ട് വരത്തുള്ളൂ. കൂടുതൽ വില കൊടുത്താൽ അത് വിൽക്കാൻ കൂടുതൽ വില കൊടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട്. അത് അന്വേഷിച്ച് വന്ന് അവിടെയാണ് കൂടുതൽ വില കൊടുത്ത് വാങ്ങുന്നത് ജൈവമാണെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ്. അവരെ കബളിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാന പ്രശ്നം. ഹോർട്ടികോർപ്പിന് സേഫ് ടു ഈറ്റ് പദ്ധതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്. അതിൽ ആ പദ്ധതി പ്രകാരം ഉൽപ്പന്നങ്ങൾക്ക് 15% വില കൂട്ടിക്കൊടുക്കുന്നൊരു ഏർപ്പാടുണ്ട്. ആ സംവിധാനം കുറച്ചുകൂടി വ്യാപകമാക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ സംരംഭത്തോടു കൂടി ഹോർട്ടികോർപ്പിന് തന്നെ ജൈവ ഉൽപ്പന്നങ്ങൾക്ക് ഈ 15% കൂട്ടി സംഭരിക്കും എന്നുള്ളൊരു നിർദ്ദേശം പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രശ്നത്തിന് കുറേയൊക്കെ ഒരു വിപണന പ്രശ്നത്തിന് കുറേയൊക്കെ ഒരു പരിഹാരമാകും. അദ്ദേഹം തന്നെ സൂചിപ്പിച്ച കാര്യമുണ്ട്. കാരണം ഇതും രണ്ടും ഒരുമിച്ച് ഇവിടുത്തെ കിട്ടാത്ത സാധനങ്ങളാണ് പുറത്തുനിന്ന് വേണമെന്ന് ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കുറേയധികം കൂട്ടുകാരുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ അമലയുണ്ട്, CK ആശാരി ഉണ്ട്, അതുപോലെ കോട്ടയത്ത് അനിത ഉണ്ട്. ഇവരൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഞങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ തന്നെ ഒരു കൂട്ടായ്മയുണ്ട്. തിരുവനന്തപുരത്തുള്ള ഒട്ടേറെ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരവരുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൽ അധികം വരുന്നത് ഇപ്പോൾ CK ആശാരി ചേട്ടൻ്റെ അവിടെ കളക്ട് ചെയ്തിട്ട് അവിടെ നിന്ന് മാർക്കറ്റ് ചെയ്യുകയാണ്. അപ്പം പ്യുവർ ഓർഗാനിക്കാണ്. കാരണം വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന അതേ ഇത് തന്നെ കൊടുക്കുകയാണ്. ഇപ്പം വലിയ ഒരു കർഷകൻ്റെ വേദന നമ്മൾ കണ്ടു. അതുപോലല്ല, അതേസമയം വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയെങ്കിലേ നമ്മൾ ഈ ലക്ഷ്യത്തിലേക്ക് എത്തത്തുള്ളൂ. കർഷകരെ ആശ്രയിച്ചുകൊണ്ട് കേരളത്തിലെ ഈ വിഷരഹിത പച്ചക്കറി കൃഷി വ്യാപകമാകാൻ കഴിയില്ല. കാരണം പ്രത്യേകിച്ച് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുള്ളി പറഞ്ഞാൽ എനിക്കൊരു ഇത് പറയാനുള്ളത്, കർഷകനെ ആശ്രയിച്ചുകൊണ്ട് തന്നെ ഈ സ്വയം പര്യാപ്തത നേടാൻ പറ്റും. പക്ഷേ അതിൻ്റെ ഈ പറഞ്ഞ സംവിധാനങ്ങളാണ് ആദ്യം ശരിയാവേണ്ടത്. അതായത് ആദ്യം നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ ഒരു കൃഷി ഓഫീസർ ഇരുന്നു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ജനങ്ങളെ ബോധവൽക്കരിക്കാനും ഇതുപോലെ ഒരു ജൈവചന്ത നടത്താനും പറ്റിയത്. പക്ഷേ ഇവിടെ പല സ്ഥലങ്ങളിലും വെറും സബ്സിഡി കൊടുക്കുന്ന സെന്റർ മാത്രമാണ് കൃഷി ഓഫീസ് എന്ന് പറയുന്നത്.